ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ എഴുമറ്റൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിഷു പടയണി മഹോത്സവം നടക്കുകയായിരുന്നു. വിഷു ദിനത്തിലെ കോലം എതിരേൽപ്പ് എല്ലാ വർഷത്തേക്കാളും വിപുലമായ മനോഹരമായ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. പടയണിക്കാണ് ഇവിടുത്തെ ഉത്സവത്തിന് ഏറെ പ്രാധാന്യം. എങ്കിലും ഇത്തവണ ക്ഷേത്രത്തിൽ കുറേ സ്റ്റേജ് പെർഫോമൻസുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും തിരുവാതിരയും കൈകൊട്ടിക്കളിയും വീരനാട്യവും പല ഡാൻസ് സ്കൂളുകളുടെയും നേതൃത്വത്തിൽ സെമി ക്ലാസിക്കൽ അതുപോലെ ക്ലാസിക്കൽ ഡാൻസ് ഗാനമേള ഒക്കെയായിട്ട് 8 ദിവസവും ഞങ്ങളുടെ നാട് ഉണർന്നു തന്നെ ഇരിക്കുകയായിരുന്നു. വിഷുദിനത്തിലെ കോലം എതിരേൽപ്പ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പടയണി ഇന്നും ഇവിടെ വളരെ ആവേശത്തോടെ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഇത്തവണ 3 കരയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും അതുപോലെ കാളകെട്ട്, നാടൻ കലാരൂപങ്ങൾ, ചെണ്ടമേളം, മറ്റ് വാദ്യോപകരണങ്ങളുടെ മേളം എല്ലാം ചേർന്നായിരുന്നു എതിരേൽപ്പ്. കൈകൊട്ടിക്കളി, വീരനാട്യം അതൊക്കെ അവതരിപ്പിക്കുന്നവരും ഈ എതിരേൽപ്പിന് കൊഴുപ്പേകി ഘോഷയാത്രയിൽ പങ്കെടുത്തു. അതിൻ്റെ പാട്ടും മേളവും ഒന്നും നമുക്ക് ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് അതേപോലെ ഇടാൻ പറ്റുന്നില്ല. 3 കരയിൽ നിന്നും വന്ന ഘോഷയാത്ര ഒരുമിച്ച് ചേർന്ന് ആയിരക്കണക്കിന് ചൂട്ടുകെട്ടുകളുടെ വെളിച്ചത്തിലാണ്, അതുപോലെ താലപ്പൊലികളും ഒക്കെ അകമ്പടി സേവിച്ചാണ് എഴുമറ്റൂർ വായനശാല ജംഗ്ഷനിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്കുള്ള എതിരേൽപ്പ് നടന്നത്.
ഘോഷയാത്രയ്ക്ക് അകമ്പടിയായിട്ട് ധാരാളം താലപ്പൊലികളും ഉണ്ടായിരുന്നു. 8 ദിവസത്തെ പടയണി മഹോത്സവത്തിന് വിഷുദിനത്തിലാണ് സമാപ്തിയാവുന്നത്. പിറ്റേന്ന് പുലരുവോളം കളത്തിൽ കോലങ്ങൾ ഉറഞ്ഞാടും. 51, 101 ഒക്കെ പാടുകൾ തീർത്ത കോലങ്ങൾ ഇന്ന് കാണാം. കാലങ്കോലവും അതുപോലെ വലിയ ഭൈരവിക്കോലവും യക്ഷി, പക്ഷി, മറുത, മാടൻ, അങ്ങനെ വിവിധ തരം കോലങ്ങൾ, അതായത് എല്ലാ കോലങ്ങളും ഇറങ്ങുന്ന ദിവസമാണ് വിഷു ദിവസം. പടയണി തീർന്നാലും പടയണി പാട്ടിൻ്റെ ഈരടികളും ആ താളവും നമ്മുടെ മനസ്സിലേക്ക് കുറേ ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കും. എനിക്കിത്തവണ എല്ലാ ദിവസത്തെ കോലങ്ങളും കാണാനായില്ല. ഞങ്ങളുടെ ടീച്ചറിൻ്റെ ഡാൻസ് അക്കാദമിയുടെയും പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും പങ്കെടുത്തു. അതിൻ്റെ ഒരുക്കങ്ങളുമൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളങ്ങ് പോയി. 13-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. മേക്കപ്പും മറ്റും എൻ്റെ വീട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് കുറേ മിസ്സായിപ്പോയി. പടയണി കണ്ടിട്ടില്ലാത്തവരും അതുപോലെ പടയണിയെക്കുറിച്ച് അറിയാൻ വളരെ ആഗ്രഹമുള്ളവരും പലരും പറഞ്ഞിരുന്നു കോലമെഴുത്തും അതുപോലെ അതിൻ്റെ പടയണി കോലങ്ങളും ഒക്കെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന്. കുറേ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, എങ്കിലും എല്ലാം ഒന്നും ഇത്തവണ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ മറ്റത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാൽ ഇനിയും അടുത്ത വർഷം നോക്കാം. കഴിഞ്ഞ സീസണിൽ ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്, കാണാത്തവരതൊക്കെ കാണുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.